ആശാ വർക്കർമാർക്ക് അവർക്കൊരു പേയ്മെൻറ്റിൽ ഒരു ഇൻക്രിമെൻറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ചെറിയ എമൗണ്ടാണ്. 3000 രൂപ ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം 100 രൂപയാണ് അഡീഷണൽ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ശരിക്കും സമരം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഡിമാൻഡ് ഒരു ദിവസം മിനിമം 700 രൂപ എന്നുള്ളതായിരുന്നു. ഒരു മാസം 21,000 വരെ പൊട്ടൻഷ്യലി. അപ്പോൾ ഈ 700 രൂപ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് കൂടുന്ന സമയത്ത് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് വി ഡി സതീശൻ തന്നെ അവരോട് പറയുന്നു. എന്നിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് 3000 രൂപ ഒരു മാസം എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ്ലി ഇപ്പോഴും അവർക്ക് കിട്ടുന്നത് ഒരു മാസം 12,000 അതായത് ഒരു ദിവസം 400. പ്രഖ്യാപിക്കപ്പെട്ട വാഗ്ദാനം ചെയ്യപ്പെട്ട 700 ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് 400. പക്ഷേ അവരാരും പ്രതിഷേധത്തിന് വരുന്നില്ല, പ്രശ്നത്തിന് വരുന്നില്ല. അത് പൊളിറ്റിക്കലാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, അടുത്ത ഘട്ടത്തിൽ നമ്മുടെ സാമ്പത്തികാവസ്ഥ പരിഗണിച്ച് ന്യായമായത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ബീയിങ് കൺസിഡറേറ്റ്, നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്, ഇതിപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം, വീണ്ടും നമ്മളത് ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ ഒരു അഷ്വറൻസ് ആണ് ഒരു പൊളിറ്റീഷ്യൻ, ഒരു ഭരണാധികാരിയിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മിനിമം എക്സ്പെക്ട് ചെയ്യും. പക്ഷേ കഴിഞ്ഞ തവണ ഈ സമരം വന്ന സമയത്ത് പിണറായി വിജയനോ മറ്റേതെങ്കിലും ഒരു മന്ത്രിയോ ആ സമരപന്തലിൽ ചെന്ന് ആൾക്കാരോട്, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് ക്ഷണിച്ചിട്ട് അവരോട് അടുത്ത ബജറ്റ് വരുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യാം, എത്രത്തോളം തരാൻ പറ്റുമെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകണം, യു ആർ ഇൻ അവർ തോട്ട്സ്, അപ്പോൾ നമ്മൾ വേണ്ടത് ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സമരം കൃത്യമായിട്ട് പരിഹരിക്കായിരുന്നു. പക്ഷെ അവർ ചെയ്തത് എന്താണെന്ന് കണ്ടില്ലേ? കേവലം ഒരു ചിരി എന്നതിനപ്പുറത്തേക്ക് കൺസിഡറേറ്റ് ആവുക എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതുണ്ടായില്ല. ന്യായമായിട്ട് ഇവിടെ ആൾക്കാർക്ക് പ്രതിഷേധിക്കാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെയുള്ള ന്യായമായ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിനെ പോലും വക്രീകരിച്ചിട്ട് കൊലപാതക ശ്രമം, വിമാനത്തിലെ കൊലപാതക ശ്രമം, പിന്നെ രക്ഷാപ്രവർത്തനം എന്നും പറഞ്ഞിട്ട് ആൾക്കാരെ തല്ലിപ്പൊട്ടിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുക. ഒരു ശൈലീമാറ്റം എന്ന രീതിയിലത്തേക്ക് മുഖ്യമന്ത്രിയെ പ്രസൻറ്റബിളായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് എന്നാൽ എൻ്റെ സഖാവിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാം എന്ന് കരുതി ഒരാൾ സഖാവെ എനിക്കൊരു ചോദ്യം ഉണ്ടെന്ന് പറയുമ്പോൾ നീ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുക. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു മോഹൻലാൽ സിനിമ ഡയലോഗ് പറഞ്ഞ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഡാഷ് മോനെ രേവന്ത എന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആൾക്കാരുടെ മനസ്സിൽ എൻ്റെ മുഖ്യമന്ത്രി എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ ഇങ്ങനല്ല സംസാരിക്കേണ്ടത് എന്നൊരു ബോധ്യം ആൾക്കാർക്കുണ്ട്. മുഖ്യമന്ത്രിക്ക് അതില്ലെങ്കിലും നാട്ടുകാർക്ക് ആ ബോധ്യമുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോലും 5-6 റൗണ്ട് പിന്നിൽ നിന്നതിന് ശേഷം മാത്രമാണ് ലീഡ് പിടിക്കാൻ പോലും പറ്റിയത്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു ലെസണാണ്.